നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹമാസിന് അന്ത്യശാസനവുമായി ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയ്ക്കുള്ള 20 ഇന സമാധാന പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരും. ട്രംപിന്റെ യൂട്യൂബ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത നടപടി കേസ് ഒത്തുതീർപ്പാക്കാൻ യൂട്യൂബ് ട്രംപിന് നൽകുക $24.5 മില്യൺ. ലേബർ കോൺഫറൻസിന്റെ വളർച്ചയെ വിഭജനത്തിനുള്ള മറുമരുന്ന് എന്ന് വിശേഷിപ്പിച്ച് കെയർ സ്റ്റാമർ. ലണ്ടനിൽ ഡാവി സ്റ്റോക്ക് സ്ക്വയറിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ ഇന്ത്യ വിരുദ്ധ വാക്കുകൾ എഴുതിയും പെയിന്റടിച്ചും വികൃതമാക്കി. സംഭവത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അപലപിച്ചു. റഷ്യയിൽ നിന്നുള്ള ആക്രമണം ചെറുക്കുന്നതിനും ദീർഘദൂര ടോമാഹോക്ക് മിസൈൽ നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ആവശ്യം പരിഗണിച്ചു വരികയാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. വാർത്തകൾ വിശദമായി. ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഹമാസിന് അന്ത്യശാസനം നൽകി. ഗാസയ്ക്കുള്ള അവരുടെ 20 ഇന സമാധാന പദ്ധതി അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഹമാസിന് മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിൽ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് സംയുക്ത പത്രസമ്മേളനവും. മിഡിൽ ഈസ്റ്റിലെ ഒരു ചരിത്രപരമായ വഴിത്തിരിവായും പുതിയ അധ്യായമായും തങ്ങളുടെ നിർദ്ദേശത്തെ അവർ പ്രശംസിച്ചു. എന്നാൽ ഹമാസുമായി കൂടി ആലോചിച്ചിട്ടില്ലെന്നും നിബന്ധനകളെക്കുറിച്ചുള്ള അവരുടെ നിലപാട് അനിശ്ചിതത്വത്തിലാണെന്നും വളരെ വ്യക്തമാണ്. തന്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തതിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കേസ് ഒത്തുതീർപ്പാക്കാൻ $24.5 മില്യൺ നൽകാമെന്ന് യൂട്യൂബ് സമ്മതിച്ചു. 2021 ജനുവരിയിൽ US ക്യാപിറ്റോളിൽ നടന്ന കലാപത്തെ തുടർന്നാണ് ട്രംപിന്റെ അക്കൗണ്ട് യൂട്യൂബ് സസ്പെൻഡ് ചെയ്തത്. ഒത്തുതീർപ്പ് പ്രകാരം ഗൂഗിളിന്റെ മാതൃകാ കമ്പനിയായ ആൽഫബൈറ്റ് വൈറ്റ് ഹൌസിൽ $200 മില്യൺ ചെലവിൽ നിർമ്മിക്കുന്ന ബോൾഡ് റൂം പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സംഘടനയ്ക്ക് ട്രംപിന്റെ പേരിൽ $22 മില്യൺ സംഭാവനയായി നൽകും. ബാക്കിയുള്ള $2.5 മില്യൺ അമേരിക്കൻ കൺസർവേറ്റീവ് യൂണിയൻ, അമേരിക്കൻ എഴുത്തുകാരി നയോമി വുൾഫ് എന്നിവർ ഉൾപ്പെടെ കേസിലെ മറ്റു വാദികൾക്ക് നൽകും. ലേബർ കോൺഫറൻസിന്റെ വളർച്ചയെ വിഭജനത്തിനുള്ള മറുമരുന്ന് എന്ന് വിമർശിച്ച് കെയർ സ്റ്റാമർ. കൂടുതൽ സമൂലമാകാനുള്ള സമ്മർദ്ദത്തിൽ രാജ്യത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ പ്രയോജനം ലഭിക്കുന്നതിനെ ആശ്രയിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് ഒന്നുകിൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ വേർപെടുത്താൻ കഴിയുമെന്നും പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ലേബർ പാർട്ടിയോട് പറഞ്ഞു. സാമ്പത്തികമായി ഇടുങ്ങിയ പശ്ചാത്തലവും നികുതി ചൊല്ലിയുള്ള ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പുകളും ഉണ്ടായിരുന്നിട്ടും സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു സ്വരം സൃഷ്ടിക്കാൻ സർക്കാർ പാടുപെടുമ്പോൾ വർദ്ധിച്ചു വരുന്ന ജീവിത നിലവാരം അസ്ഥിരമായ ഒരു ലോകത്തിന്റെ ഭീഷണികളെ ഇടയ്ക്കുമാറാൻ കഴിയുമെന്നും സ്റ്റാമർ കൂട്ടിച്ചേർത്തു. ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ അടുത്തിരിക്കെ ലണ്ടനിലെ ഡാവി സ്റ്റോക്ക് സ്ക്വയറിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ ഇന്ത്യ വിരുദ്ധ വാക്കുകൾ എഴുതിയും പെയിന്റടിച്ചും വികൃതമാക്കി. സംഭവത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അപലപിച്ചു. ലജ്ജാകരമായ പ്രവൃത്തിയും അഹിംസയുടെ പാരമ്പര്യത്തിനും നേരെയുള്ള ആക്രമണമാണെന്നും ഹൈക്കമ്മീഷൻ പ്രതികരിച്ചു. പ്രതിമ വികൃതമാക്കിയ സംഭവം ഹൈക്കമ്മീഷൻ ബ്രിട്ടീഷ് അധികാരികളെ അറിയിച്ചു. പ്രതിമ പഴയ രീതിയിലാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും ഹൈക്കമ്മീഷൻ അറിയിച്ചു. അന്വേഷണം ആരംഭിച്ചതായി പോലീസ് കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്നുള്ള ആക്രമണം ചെറുക്കുന്നതിന് ദീർഘദൂര ടോമാഹോക്ക് മിസൈൽ നൽകണമെന്ന ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ആവശ്യം പരിഗണിച്ചു വരികയാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഇക്കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈകാതെ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2500 കിലോമീറ്റർ പരിധിയിലുള്ളതാണ് ടോമാഹോക്ക് മിസൈൽ. മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും ടോമാഹോക്ക് മിസൈൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടോമാഹോക്ക് ലഭിച്ചാൽ മോസ്കോ ഉക്രൈന്റെ ആക്രമണ പരിധിയിലാകും. ഗാസ സമാധാന പദ്ധതിയെ പിന്തുണച്ചതിനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും സൈനിക മേധാവി അസീം മുനീറിനെയും പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന സമാധാന പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ് ട്രംപിന്റെ പ്രശംസ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും തുടക്കം മുതൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഈ പദ്ധതിയിൽ അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്നും പ്രസ്താവന നടത്തി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.28 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.78 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.18 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.78 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509 or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ഖത്തറിനെ ആക്രമിച്ചതിൽ ക്ഷമാപണം നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയ്ക്കിടെയാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ച് നെതന്യാഹു മാപ്പപേക്ഷ നടത്തിയത്.
ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഈ മാസം 9-നാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. യുഎസിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഖത്തറിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ട്രംപ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഗാസ വെടിനിർത്താൻ യുഎസ് തയ്യാറാക്കിയ പദ്ധതിയിലുള്ള ചർച്ചയ്ക്കാണ് നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തിയത്. ദുബായ്, അബുദാബി, എമിറേറ്റ്സിന് പിന്നാലെ എയർ ടാക്സി സർവീസ് പ്രഖ്യാപിച്ച് റാസ് അൽ ഖൈമ. ദുബായിൽ നിന്നും 15 മിനിറ്റിനകം റാസ് അൽ ഖൈമയിൽ പറന്നെത്താവുന്ന എയർ ടാക്സി സേവനം 2 വർഷത്തിനകം ആരംഭിക്കും. 2026 പരീക്ഷണയോട്ടം വിജയിച്ചാൽ 2027 വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കും. യുഎസ് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് എയർ ടാക്സി ഓപ്പറേറ്ററായ ജോബി ഏവിയേഷനും UK ആസ്ഥാനമായുള്ള സ്കൈ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറും ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. എമിറേറ്റ്സിന്റെ ഗതാഗത ചരിത്രത്തിലെ സുപ്രധാന ഘട്ടത്തിന്റെ കരാർ ഒപ്പുവെക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ റാസ് അൽ ഖൈമ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഹസിമി എത്തിയിരുന്നു. ഇനി ആൻഡ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.67 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 24.15 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 290.61 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 230.92 ഇന്ത്യൻ രൂപ. കരൂരിൽ തിക്കിലും തിരക്കിലും 41 പേർ മരിച്ച ദുരന്തത്തിൽ ഒളിവിലായിരുന്ന TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ അറസ്റ്റിലായി. ജനറൽ സെക്രട്ടറി N ആനന്ദ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CTR നിർമ്മൽ കുമാർ എന്നിവരെ കണ്ടെത്താൻ 5 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചു. പോലീസിന്റെ പ്രാഥമിക വിവര റിപ്പോർട്ടിൽ വിജയ്ക്കും പാർട്ടിക്കും എതിരെയാണ് കുറ്റപ്പെടുത്തൽ. ആൾക്കൂട്ടത്തിന്റെ കരുത്ത് കാണിക്കാൻ യോഗം വൈപ്പിച്ച നടൻ അനുമതിയില്ലാതെയാണ് റോഡ് ഷോ നടത്തിയത്. വേദിയിൽ എത്താൻ മനഃപൂർവ്വം വൈകിയതോടെ ജനക്കൂട്ടം നിയന്ത്രണാതീതമായി. സംഘാടകർക്ക് പലതവണ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അവഗണിച്ചു. 25 പേർ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. 3 മിനിറ്റ് വരെ ശ്വാസം കിട്ടാതായതോടെയാണ് പലരും കുഴഞ്ഞു വീണത്. ചിലരുടെ വാരിയെല്ലുകൾ ചവിട്ടേറ്റ് ഒടിഞ്ഞും ആന്തരിക അവയവങ്ങൾ തുളച്ചു കയറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലഡാക്ക് സമാധാന ചർച്ചകൾക്കായുള്ള വാതിൽ ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ചർച്ചയിൽ നിന്നും പിന്മാറിയ 2 സംഘടനകളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ലഡാക്കിൽ പൂർവ്വ സാഹചര്യം പുനഃസ്ഥാപിക്കാതെ ചർച്ചയ്ക്കില്ല എന്നും ലേ അപെക്സ് ബോഡി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. ഇതുവരെ നടന്ന ആശയവിനിമയം തൃപ്തികരമാണ് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. നിയന്ത്രണങ്ങൾ പിൻവലിച്ച് ലഡാക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് ആകാതെ ചർച്ചയ്ക്കില്ലെന്നും അമിത്ഷായ്ക്ക് നൽകിയ കത്തിൽ ലേ അപെക്സ് ബോഡി അറിയിച്ചു. ഇനി സ്പോർട്സ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പര സ്വന്തമാക്കി നേപ്പാൾ. 2ാം T20യിൽ വിൻഡീസിനെ 90 റൺസിനാണ് നേപ്പാൾ മുട്ടുകുത്തിച്ചത്. 174 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ വെസ്റ്റ് ഇൻഡീസിനെ 17.1 ഓവറിൽ 83 റൺസിന് ഓൾ ഔട്ടാക്കാൻ നേപ്പാളിന് സാധിച്ചു. ഇതോടെ 3 മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പര 2-0 നേപ്പാൾ പിടിച്ചെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 19 റൺസിന് നേപ്പാൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പരമ്പര സ്വന്തമാക്കിയതോടെ ചരിത്ര നേട്ടം നേപ്പാൾ ക്രിക്കറ്റ് എഴുതിച്ചേർത്തു. ആദ്യമായാണ് ഒരു ടെസ്റ്റ് പദവിയുള്ള ടീമിനെ നേപ്പാൾ തോൽപ്പിക്കുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.